ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് നമ്മുടെ പാലക്കാടിൻ്റെ വളരെ മനോഹരമായ സ്ഥലത്താണ്. മഴയൊക്കെ പെയ്ത് എല്ലാം കുതിർന്ന് എല്ലാം നല്ല ഒരു സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ പ്ലാവൊക്കെ പ്ലാന്റ് ചെയ്യുന്ന സ്ഥലമാണിത്. പ്ലാവ് ഇവിടെ പ്ലാന്റ് ചെയ്ത് തൈ ആവുമ്പോൾ അത് ബഡ് ചെയ്ത് അത് കഴിഞ്ഞാണ് നമ്മൾ തൈ കൊണ്ടുവരുന്നത്. അതിൻ്റെ നമ്മുടെ ഏറ്റവും നല്ലൊരു സ്ഥലമാണിത്. പ്ലാവിനൊക്കെ പറ്റിയ കാലാവസ്ഥയും എല്ലാം നിറഞ്ഞതാണ്. എപ്പോഴും ഈ പ്ലാവിനെ പറ്റി ഞാൻ പറയുന്നതാണ് ഇത് കാണിക്കാൻ കാരണം. ഈ പ്ലാവ് എങ്ങനെ തൈ ആകണം എന്നുള്ളത് നോക്കുക. ഇത് നമ്മുടെ ജഗദീഷ് ചേട്ടാ, ഇതെൻ്റെ ഒരു പാർട്ട്ണറാണ്. പാലക്കാട് ജഗദീഷ് എന്ന് പറയും. പുള്ളിയാണ് ഇതെല്ലാം നോക്കി പരിപാലിച്ച് കൊണ്ടുവരുന്ന ആളും എൻ്റെ സ്വന്തം പാർട്ട്ണറുമാണ്. ഇത് ബഡ് ചെയ്യാറ് ഇത് ബഡ് ചെയ്യാറായില്ലേതാ? ബഡ് അല്ലേ? ഇത് നമ്മൾ എത്ര ദിവസമായി നമ്മളിത് പൂർണ്ണതാക്കിയിട്ട്? ഇതിപ്പോ ഒരു 2 മാസത്തോളമായി. 2 മാസത്തോളമായി. നമുക്ക് അടുത്ത ആഴ്ചക്ക് ഇത് ബഡ് ചെയ്യാനുള്ള മഴക്കാലം കാരണം ചെയ്യാനും പറ്റും അല്ലേ? ഇപ്പൊ ചെയ്യാവുന്ന ഒരു ഇതാണ് വിയറ്റ്നാം എയർലി പ്ലാന്റ് തൈയാണ്. 2 മാസം കുരുവിട്ട് 2 മാസം ആയതാണ്. ആൾക്കാർ കാണണം. ഇതാണ് നമുക്ക് 1 വർഷം കഴിയുമ്പോൾ ചക്ക ഉണ്ടാകുന്ന ഒരു പ്ലാവ് ഒന്നേ ഉള്ളൂ. അത് വിയറ്റ്നാം എയർലിയാണ്. അതിൻ്റെ മെയിൻ ചക്ക വായിച്ചു കിടക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം. ഇവിടെ തന്നെ 1 വർഷമായ പ്ലാവ് ചക്ക കായ്ച്ചുണ്ട്. ഇതാണ് മയിലൊക്കെ കാറുന്നുണ്ട്. മയിലിനെ കാണിച്ചു തരാം. ഞാൻ ആ ചക്ക കായ്ച്ച പ്ലാവ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കഴിഞ്ഞ ജൂണിൽ വെച്ച് പ്ലാൻ ചെയ്തത് നമ്മൾ. കഴിഞ്ഞ ജൂണിൽ അതുകൊണ്ട് 1 വർഷം വർഷമായി. 1 വർഷമായി അല്ലേ? ഒരു 7-8ഓളം ചക്ക ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞതാണ്. അതാ നല്ലതല്ലേ? ഉപയോഗിക്കാം. ഇടിച്ചക്കായിട്ട് ഉപയോഗിക്കാം. ഇത് ശരിക്കും എന്നാ കളർ? നല്ല മഞ്ഞ കളർ. മഞ്ഞ കളർ നല്ലതല്ലേ? പഴത്തിനും നല്ലതാണ്. പച്ചയും നല്ല ഇത് ചകിരി വെള്ളത്തിനാവുന്ന സാധനമല്ലേ അല്ലേ? പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും പ്രദേശത്തൊക്കെ. ഓക്കെ. ഇതാണ് വിയറ്റ്നാം എയർലി പ്ലാവ്. വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് 1 വർഷമേ ആയുള്ളൂ. ഇത് കഴിഞ്ഞ ജൂണിൽ വെച്ചതാണ്. 1 വർഷം കൊണ്ട് ചക്ക കായ്ക്കുന്ന പ്ലാവാണ്. ഇത് പാലക്കാടിൻ്റെ ഈ മണ്ണിലാണ്. ഇപ്പം നമ്മുടെ മീനച്ചിലൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും നല്ല സൂപ്പറായിട്ടല്ലേ നേരത്തെ കായ്ക്കും. ഇത് പാലക്കാടിൻ്റെ മണ്ണിലാണ്. അപ്പോൾ എല്ലാവരും നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.